സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതി. ടീച്ചർ, ഇങ്ങനെ പ്രായപരിധിയുടെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് ലഭിച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തുകൂടാ എന്നുള്ള ഏതെങ്കിലും അങ്ങനെയുള്ള അതാണോ പാർട്ടിയുടെ രീതി? അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല. അത് പങ്കെടുക്കണോ പങ്കെടുക്കണ്ടയോ എന്നെല്ലാം ഒരു ചർച്ച നടന്നാലല്ലേ മനസ്സിലാവുക. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റുകളിലെല്ലാം പോകണം, പ്രവർത്തിക്കണം. മഹിളാ പ്രസ്ഥാനം കുറച്ചുകൂടി സജീവമായി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് അടിസ്ഥാനത്തിലാണ് ടീച്ചർ ഉള്ളത്. അത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പാനൽ അല്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്തൊരു കാര്യം ഞാൻ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? അങ്ങനെ ഞാൻ പങ്കെടുത്തല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പങ്കെടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ തന്നെ മുൻപ് നമ്മളിപ്പോൾ എങ്ങനെയാന്ന് വിചാരിച്ചാൽ ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ എല്ലാ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയിൽ ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലൊക്കെ പങ്കെടുക്കും. പക്ഷെ ഇനിയിപ്പം നമുക്ക് അങ്ങനെ പങ്കെടുക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇങ്ങനെ അതിൻ്റെ റുട്ടീൻ ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം കുറച്ചുകൂടി ഇപ്പം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മറിയം PBയിലേക്ക് വന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടി ചുമതലയുണ്ട്. വാർത്ത മെനഞ്ഞെടുത്തത് ആരാണെന്ന് അറിയില്ല. ദേശീയ തലത്തിൽ കേന്ദ്രീകരിക്കാനാണ് പാർട്ടി നിർദ്ദേശം. കേരളത്തിലുള്ളപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും പി.കെ. ശ്രീമതി പ്രതികരിച്ചു. സഖാവ് പിണറായി ഇങ്ങനെ പറഞ്ഞു എന്ന് വരുത്താൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അല്ല, അത് അദ്ദേഹത്തെ അപമാനിക്കാനാണോ ഉദ്ദേശം? അതല്ല, അദ്ദേഹത്തെ പോലെ ഏറ്റവും തലമുതിർന്ന സമാദരണീയനായ ഒരു നേതാവിൻ്റെ വിലക്കെനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ, എനിക്കൊരു അപമതിപ്പുണ്ടാക്കാൻ ആണോ, എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനം എന്താണ് ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ 50 കൊല്ലവും ചെയ്തിട്ടുള്ളത്. 50 അല്ല, ഞാൻ അധ്യാപക സംഘടനാ രംഗത്ത് 18 വയസ്സ് മുതൽ പ്രവർത്തിച്ച ഒരാളാണ്. 72 ദിവസത്തെ ഡൈസ്നോൺ അടക്കം നേടി പ്രവർത്തിച്ച പൊരുതിയ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ മറ്റ് പാർട്ടിയിലൊക്കെ വന്നതിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ താഴെ തട്ടിൽ നിന്നുമുള്ള പ്രവർത്തിച്ച ഒരാളാണ്. എല്ലാ കാലത്തും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനിയും ഇപ്പോൾ 75 വയസ്സിൽ എനിക്കെങ്ങനെ നീട്ടി കിട്ടുമെന്നൊന്നും ഞാനും കരുതിയിട്ടില്ല. പിന്നീടാണ് പറഞ്ഞത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇപ്പം PBയിലുണ്ട്. അപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു. 75 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നീട്ടിക്കിട്ടിയത് പ്രധാനമായും മഹിളാ സംഘടനാ രംഗത്ത് കുറച്ചുകൂടി സജീവമായി. മുൻപ് ഞാൻ അങ്ങനെ അത്രത്തോളം വേണ്ടി വരുന്നു. അവരവിടെ ഡൽഹിയിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്, അവിടെ കേന്ദ്രീകരിക്കണം. അതാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. പി.കെ. ശ്രീമതിയുടെ പ്രവർത്തന മേഖല കേരളമല്ലെന്ന് വ്യക്തമാക്കി CPIM സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരുന്നു. ശ്രീമതിയുടെ പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തത് അവിടെ പ്രവർത്തിക്കാനാണെന്ന് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിണറായി വിജയൻ ശ്രീമതിയെ വിലക്കിയെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി. എന്നാൽ വിലക്ക് വാർത്ത പി.കെ. ശ്രീമതി നിഷേധിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.